സംഭവങ്ങളുടെ പേരിൽ ഞെട്ടൽ സൃഷ്ടിച്ചുകൊണ്ട് കണ്ണൂർ മെക്കോരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ ക്രൂരമർദ്ദനം. ഒരാഴ്ച മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയും വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തത്. വിദ്യാർത്ഥിക്ക് നേരെയുണ്ടായ ക്രൂരതയുടെ ദൃശ്യങ്ങൾ സ്കൂളുകളിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കിടയിലെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതുമാണ്. ക്ലാസ് റൂമിന്റെ ഒരു മൂലയിൽ വെച്ച് വിദ്യാർത്ഥിയെ സഹപാഠി ക്രൂരമായി മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും മുഖത്തടിക്കുകയും തറയിലേക്ക് എടുത്തെറിയുകയും ചെയ്യുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം. മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്ക് യാതൊരു പ്രതിരോധവും നടത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. മറ്റ് വിദ്യാർത്ഥികൾ മർദ്ദനം തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അക്രമം നടത്തുന്ന വിദ്യാർത്ഥി അവരെയൊന്നും പരിഗണിക്കാതെ അതിക്രൂരമായി ആക്രമണം തുടരുകയാണ്. കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇത്രയും വലിയ അക്രമം അരങ്ങേറിയിട്ടും ഒരു ഘട്ടത്തിലും അധ്യാപകരോ മറ്റ് സ്കൂൾ അധികൃതരോ ക്ലാസ് മുറിയിൽ ഇടപെടാൻ എത്താത്തത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്കൂളിലെ അധ്യാപകരുടെ ശ്രദ്ധ ക്ലാസ് റൂമിൽ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം നടന്നതെങ്കിലും സ്കൂളിനുള്ളിൽ അത് ഒരു ആഭ്യന്തര വിഷയമായി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇന്നലെ മുതൽ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് വിഷയം പൊതുശ്രദ്ധയിൽ വരികയും വലിയ ചർച്ചാ വിഷയം ആവുകയും ചെയ്തത്. ദൃശ്യങ്ങൾ പുറത്തായ സാഹചര്യത്തിൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. അക്രമം നടത്തിയ വിദ്യാർത്ഥിക്കും സംഭവത്തിൽ അനാസ്ഥ കാണിച്ച അധ്യാപകർക്കുമെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് നൽകുന്ന സൂചന. വിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്ക് ആവശ്യമായ ചികിത്സയും കൗൺസിലിംഗും നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ക്ലാസ് റൂമിനുള്ളിൽ വെച്ച് വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ ഒരു ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്ന സംഭവം സംസ്ഥാനത്തെ സ്കൂൾ അന്തരീക്ഷത്തെയും കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസന, ദേഷ്യം നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലൂടെ മാനസിക വൈകല്യങ്ങൾ എന്നിവയെക്കുറിച്ച് അധികൃതർ പരിശോധിക്കേണ്ടതുണ്ട്. സ്കൂളുകളിൽ കൗൺസിലിംഗ് സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ക്ലാസ് റൂമുകൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ അധികൃതരുടെയും സർക്കാരിന്റെയും പ്രാഥമിക ഉത്തരവാദിത്തമാണ്. വിദ്യാർത്ഥികൾക്ക് പരസ്പരം ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്താനും അക്രമങ്ങളിലൂടെ അല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ സ്കൂളുകൾക്ക് വലിയ പങ്കുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അകത്ത് വെച്ച് നടന്ന ഈ ക്രൂരമായ ആക്രമണം പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ക്ഷണിച്ചു വരുത്തുന്നത്. അക്രമം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയ്ക്ക് വിശദീകരണം നൽകണമെന്നും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. സ്കൂളുകൾ കേവലം പാഠ്യപദ്ധതികൾ പഠിപ്പിക്കാനുള്ള ഇടം മാത്രമല്ല, കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും സുരക്ഷിതമായി വളരാനുമുള്ള ഇടം കൂടിയാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്.